ചിലരുണ്ട് സിനിമാ ലോകത്ത് മാണിക്യവീണയാണെന്ന് കാണിച്ച് മരവീണ കാണിച്ചിട്ട് പ്രേക്ഷകരെ പറ്റിക്കുക. അമ്മാതിരൊരു ചതിയാണ് നമ്മുടെ ദൃശ്യം 3 നമ്മളോട് ചെയ്തത്. മോഹൻലാലിൻ്റെ പിറന്നാളാണ്, മഹാരാജാവിൻ്റെ പിറന്നാളാണ്, താരരാജാവിൻ്റെ പിറന്നാളാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയ കൊട്ടിയ കഴിക്കാൻ്റെ കാര്യമൊന്നുമില്ല. മോഹൻലാലും ഓരോ വയസ്സ് കൂടുന്നത് നമുക്ക് വിഷമമാണ്. മോഹൻലാൽ എന്നും ചെറുപ്പമായിട്ടിരിക്കണം, വയസ്സ് കൂടാൻ പാടില്ല. ഓരോ വയസ്സ് കൂടുമ്പോഴും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വലിയ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ദിവസം തന്നെ കൊണ്ടുവന്നിട്ട് മൂപ്പര പുതിയ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുക. ഞങ്ങൾക്ക് എന്താ വെള്ളം ഇറങ്ങില്ലേ മൂപ്പര പടം അന്ന് തന്നെ ഇവിടെ കാണാനായിട്ട്? അങ്ങനെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊരു നേരെ ചൊവ്വുള്ള നല്ലൊരു സിനിമ, അതിപ്പോൾ ഈ ബർത്ത്ഡേ ഇടേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ടാലും നമുക്ക് നല്ല സിനിമ വെച്ചാൽ മോഹൻലാലിൻ്റെ പടത്തിന് ആൾ വരും. അതിനുള്ള കാര്യത്തിൽ ഈ 100% ഉറപ്പാണ്. അതിനാണ് ഒരു ഉദാഹരണമാണ് തുടരും. 1, 2 അതുമ്മ നിർത്താണ്ട് ഈ കൂതറ നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ എന്തിനാണ് ഈ ജിത്തു ഈ വക പണിക്ക് പോയെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു കാമ്പ് കഥയിൽ, എന്തെങ്കിലും ഒരു ഡൈവർഷൻ, ഒരു ത്രില്ലിങ്, എന്തെങ്കിലും ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചക്കിയിട്ടപ്പോൾ ഒരു മൊയിലിനെ കിട്ടി എന്ന് വിചാരിച്ച് ചക്ക മുഴുവൻ കൊത്തിയിട്ട് കഴിഞ്ഞാൽ മൊയിലിനെ കിട്ടില്ല മിസ്റ്റർ. നിങ്ങൾ ഈ മോഹൻലാലിൻ്റെ പേരും വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ ആണായിട്ടും ഇതുപോലെ കളിക്കാൻ നടക്കുന്നത്. നിങ്ങളുടെ ഈ ദൃശ്യം ഈ തമിഴിൽ കളിച്ചു, അത് കമലഹാസനാണ് അതിലെ നായകനായിട്ട് അഭിനയിച്ചത്. മീനിയും അതുപോലെ തന്നെ കലാപവും മണി എല്ലാവരും അഭിനയിച്ചു. ആ പടം അവിടെ ഒരാഴ്ച കൊണ്ട് ചുരുട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് വിവരമുണ്ട്, ഇവിടുത്തെ ആൾക്കാർക്ക് വിവരമില്ല. എന്തെങ്കിലും ത്രില്ലിങ്ങോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കുഴിച്ച് മൂടിയാലോ അല്ലെങ്കിൽ അത് കൊത്തിയെടുത്താലോ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമേനെ. ആ ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ഈ 1, 2 വിജയിക്കാനുള്ള കാരണം. മൂന്നാമതായപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതൊരു മെഗാ സീരിയലായിട്ട് കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ കുടുംബം നന്നാക്കാനുള്ള വഴിയാണെന്ന് മനസ്സിലായി. പിന്നെ മോഹൻലാലാണല്ലോ പടം ഷൂട്ടിങ് കഴിയുമ്പോഴേക്കും എന്നെ വിറ്റ് കാശ് മുതലാവില്ല. പിന്നെ എന്തിനാ കുഴപ്പം? അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ലാലേട്ടാ. നിങ്ങളിങ്ങനെ ഈ ആൾക്കാരെ പറ്റിക്കാൻ പടത്തിൽ അഭിനയിക്കുന്നതിന് പദം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ പിള്ളേരെയൊക്കെ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടികളുണ്ടാകുമ്പോൾ അതിന് നോക്കി കുടുംബത്തിരിക്കാൻ നല്ലത്. ഇമാതിരിയുള്ള സിനിമകളിലൊന്നും അഭിനയിക്കരുത്. നിങ്ങൾ ഈ ജിത്തു ജോസഫ് എന്താ വിചാരിച്ചേ? എന്തും ദൃശ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരാണ്ട് 2 കൈ നീട്ടി സ്വീകരിച്ച് ഇതിനെ 100 കോടി ക്ലബ്ബിൽ കയറ്റുമെന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ആദ്യം പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം നിങ്ങൾ എന്തുട്ടാ കാട്ടിക്കൂട്ടിയേ? എന്താ ചെയ്യുന്നതെന്നൊരു പിടുത്തില്ല. ഇനിയിപ്പോൾ ജോർജ് കുട്ടി നമ്മുടെ ഇയാളെ മോഹൻലാലിനെ ജയിലിലേക്ക് വിടണോ? അതേ മോഹൻലാലിനെ വീണ്ടും ഇതുപോലെ തന്നെ താരപരിവേഷം കൊടുത്തിട്ട് വലിയ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ബുദ്ധിപരമായ നീക്കങ്ങളിൽ കൂടെ നല്ല ഇതുപോലെ തന്നെ നിർത്തണോ എന്നൊന്നും താങ്കൾക്ക് ഒരു പിടുത്തമില്ലാണ്ടായില്ലേ? എന്നിട്ട് 5 കൊല്ലം ജയിലിലേക്ക് വിട്ടു. അതന്നെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ ഒരു കഥാപാത്രത്തിനെ നിങ്ങൾ എന്തിനാണ് അതിനെ പിടിച്ച് വില്ലനാക്കിയത്? അദ്ദേഹം ഈ പരിപാടിയൊക്കെ തുടക്കത്തിലേ തൊട്ട് പറയണതാണ്, ഇതൊന്നും വേണ്ട, ഇതൊക്കെ വിട്ടുകള, അത് കുഴപ്പമില്ല, നമുക്കത് ചെയ്യണ്ട എന്ന് അയാളുടെ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളാണ്. എന്നിട്ട് ആൾ വില്ലനായിട്ട് അവതരിക്കുന്നു മോഹൻലാലിൻ്റെ അടുത്തേക്ക്. എന്താണ് വർഷങ്ങളോളം കാത്തിരുന്ന് 2-3 കൊല്ലം കാത്തിരുന്നിട്ട് മകൾക്ക് വേണ്ടിയിട്ട് കല്യാണ ബ്രോക്കർമാരെ വിടുന്നു. അതിൻ്റെ ഒരു കല്യാണച്ചക്കനെ കണ്ടെത്തുന്നു. ആ കല്യാണച്ചക്കൻ ദുബായിൽ ബിസിനസ് നടത്തി പൊളിയുന്നു. അപ്പോൾ ഇങ്ങേര് കാശ് സഹായിക്കുന്നു. അത് കഴിഞ്ഞ് കൊണ്ടുവരുന്നു ഒരു ചോരക്കണ്ണൻ, നമ്മുടെ ഒരു കണ്ണനായിട്ടുള്ള ഒരു വില്ലൻ. അപ്പോൾ സഹദേവൻ, ചോരക്കണ്ണൻ സഹദേവനായിപ്പോൾ അങ്ങേര് വില്ലനായി വരുന്നു. ഒരു കഥയ്ക്ക് ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ ഒരു മകൾ വരുന്നു. ആ മകൾ വന്നിട്ട് ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് കഥകൾ അങ്ങോട്ട് ചരിഞ്ഞെടുക്കണം. ഓരോ TV ചാനലിന് വേണ്ടിയിട്ട് എല്ലാ അന്വേഷണങ്ങളും നടത്തണം. അപ്പോഴേക്കും മോഹൻലാലിനെ സഹായിക്കാനായിട്ട് ഏതോ ഒരു കൂതറ കയറി വരുന്നു. പഴയ സീരിയലിൽ മൂപ്പര് ഒറ്റ കൊടുത്ത ആളാണ് 5 ലക്ഷം രൂപയ്ക്ക്, അപ്പോൾ 25 ലക്ഷം രൂപയ്ക്കാണ്ട്. അപ്പോൾ ആ ആൾ വരുന്നു. അത് പിന്നെ രക്ഷിക്കാൻ നടക്കണം, മോഹൻലാലിനെ രക്ഷിക്കാൻ നടക്കണം. മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാവണം. അത് കഴിഞ്ഞ് മോഹൻലാൽ അവസാനമാകുമ്പോൾ മകളെ പോലും വെട്ടണ്, കൂത്തണ്, ചവിട്ടണ്, കൈ മുറിക്കണ്, കാല് മുറിക്കണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനലായിട്ട് മാറിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ക്രിമിനലായി മാറി. കാരണം എന്താ? മകളെപ്പോലും കൊല്ലും, മകളെപ്പോലും എന്ത് ചെയ്യാനും, കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിക്കുന്ന മകളെ പോലും വെട്ടാനും കുത്താനും അടിക്കാനും അദ്ദേഹത്തിന് മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് അയാൾ ചെയ്യണം. ഇയാളൊരു ക്രിമിനലല്ലേ? അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്, കഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണം, നമ്മൾ ചിന്തിക്കാത്ത ട്വിസ്റ്റ് വേണം. ഇതൊക്കെയാണ് സിനിമ നമ്മൾ 1, 2 പ്രേക്ഷകർ മാറോട് അണയ്ക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഈ 3 എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കഥ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 1, 2 കൂടി നിർത്തണം മിസ്റ്റർ. നിങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇനി 3-ാം ഭാഗം ഇല്ല, 3-ാം ഭാഗത്തിന് കഥയില്ല. ആ ഒരു കഥാപാത്രം ലാലേൻ്റെ കഥാപാത്രം എന്നും അതേപോലെ നിലനിൽക്കും. ഇതിപ്പോൾ കൊണ്ടുവന്ന് നശിപ്പിച്ചില്ലേ? 1, 2
നമ്മളിപ്പോഴും ടി വിയിൽ വന്നാൽ കാണും. ഇത് സിനിമാ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ നമുക്ക് വെറുത്തു. എങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് തീർന്നിട്ട് പുറത്ത് ചാടിയാൽ മതി എന്ന് വെച്ചാൽ റീലും കൂടൽ, എന്നിട്ടൊന്ന് പുറത്ത് ചാടിയാൽ മതി എന്നായി. അത് കഷ്ടപ്പെട്ടു പ്രേക്ഷകർ. ഒരു സീരിയലിൻ്റെ നിലവാരമെങ്കിലും പുലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്കിലും ഒരു അഭിമാനിക്കായിരുന്നു. എന്തെങ്കിലും സാങ്കേതിക വശത്ത് എന്തെങ്കിലും ഒരു മേന്മ തരാണ്ട, നല്ലൊരു ക്യാമറ വർക്ക് ഉണ്ടാ, നല്ലൊരു RR നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാ, നല്ലൊരു പാട്ടുണ്ടാ, നല്ലൊരു ഫൈറ്റ് ഉണ്ടാ. എന്താണ് നിങ്ങൾ ഈ പടത്തിൽ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതുപോലെ ബോറടിക്കുന്ന ഒരു പടം കൊണ്ടുവന്നിട്ട് ഇതാണ് ഏറ്റവും വലിയ മോഹൻലാലിൻ്റെ പിറന്നാളിടാൻ പറ്റിയ ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പ്രേക്ഷകരെ വഞ്ചിക്കും ചതിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? മാണിക്യവീണയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ മരവീണ കാണിച്ചിട്ട് ആൾക്കാരെ ഓമ്പിക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തത്?